നമസ്കാരം, ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ വസ്തുവിൻ്റെ വില എത്രയാണ് എന്നാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വസ്തു വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ മേടിക്കാൻ പോകുന്ന വസ്തുവിൻ്റെ വില എത്രയാണ് എന്ന് നമുക്ക് തന്നെ നോക്കി പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സേവനമാണ്, ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സേവനമാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ വില കണ്ടുപിടിക്കുന്നത് എന്നുള്ള നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് കേരളത്തിലെ ഏത് ഭൂമിയുടെ ആണെങ്കിൽ പോലും അതിൻ്റെ വില എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ 2010 ഏപ്രിൽ 1 മുതലാണ് ഗവൺമെൻറ് എല്ലാ ഭൂമികൾക്കും വില നിശ്ചയിച്ച് ഒരു ഉത്തരവിറക്കിയിരുന്നത്. അപ്പം അത് വെച്ച് നമുക്ക് കേരളത്തിലെ ഏത് ഭൂമിയുടെ ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ മാർക്കറ്റ് അല്ല നമുക്ക് അതിൻ്റെ ഫെയർ വാല്യൂ എത്രയാണ് എന്ന് പറഞ്ഞ് അറിയാൻ സാധിക്കും. അപ്പം ഫെയർ വാല്യൂ മാർക്കറ്റ് വാല്യൂ ആയിട്ട് വ്യത്യാസമുണ്ട്. ഫെയർ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വസ്തു വാങ്ങിക്കുവാണ് എന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന സ്റ്റാമ്പിൻ്റെ ഡ്യൂട്ടിയാണ്. ആ ഫെയർ വാല്യൂ പ്രകാരമാണ് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി മേടിക്കുന്നത്. അപ്പം അതാണ് നമ്മളിപ്പോൾ ഒരു വസ്തു കൈമാറ്റം ചെയ്യുമ്പോഴേക്കും ആ ഒരു വസ്തുവിൻ്റെ ഫെയർ വാല്യൂ അനുസരിച്ചാണ് ഗവൺമെൻറ്റിന് അതിൻ്റെ പൈസ ലഭിക്കുന്നത്, സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് പരിശോധിക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിലെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ആക്കുക. അതിനുശേഷം സെർച്ച് ഓപ്ഷനിൽ നമുക്ക് ആ സൈറ്റ് ഒന്ന് അടിച്ചു നോക്കാം. igr.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക. ഇപ്പോൾ 2010 വന്ന ആ ഫെയർ വാല്യൂ 100% വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഗവൺമെൻറ്. അപ്പം നേരത്തെ 50,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 1,00,000 രൂപയായി. അങ്ങനെ 100% ആണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളുടെ വസ്തുവിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഏത് വസ്തുവിൻ്റെ ഫെയർ വാല്യൂ ആണ് അറിയണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നേരെ സൈറ്റിൽ കയറുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു സെർച്ച് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് ഭൂമിയുടെയാണ് ഫെയർ വാല്യൂ അറിയേണ്ടത് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ ജില്ല ഏതാണ് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ RDO ഓഫീസ് ഏതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ താലൂക്ക് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം ഏത് വില്ലേജാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ സർവേ നമ്പറാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ സർവേ നമ്പർ കൊടുക്കാം. അല്ല നിങ്ങളുടെ സ്ഥലം റീസർവേ ചെയ്താണ് എന്നുണ്ടെങ്കിൽ റീസർവേ നമ്പറാണ് കൊടുക്കേണ്ടത്. ഇപ്പം എല്ലാ വില്ലേജുകളുടെയും റീസർവേ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പം ചില സ്ഥലങ്ങളിൽ സർവേ നമ്പർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നിങ്ങളുടെ സർവേ നമ്പർ എത്രയാണ് എന്നുള്ളത് അല്ലെങ്കിൽ റീസർവേ നമ്പർ എത്രയാണ് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാരത്തിൽ പട്ടികയുണ്ട്. ആധാരത്തിലെ 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ പേജിലായിട്ടൊരു പട്ടികയുണ്ട്. അപ്പം ആ പട്ടിക പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്തൊരു 9ാമത്തെ ഓപ്ഷനായിട്ടാണ് റീസർവേ നമ്പർ എത്രയാണ്, അല്ലെ റീസർവേ സബ് ഡിവിഷൻ നമ്പർ എത്രയാണ് എന്നുള്ളത്. റീസർവേ സബ് ഡിവിഷൻ നമ്പർ. ഇപ്പം ആദ്യം കൊടുക്കേണ്ടത് റീസർവേ നമ്പറാണ്. ഇപ്പം റീസർവേ നമ്പർ എത്രയാണ് എന്ന് പറഞ്ഞ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫെയർ വാല്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ സബ് ഡിവിഷൻ നമ്പർ അല്ലെങ്കിൽ സർവേ നമ്പർ ലഭിക്കുന്നതിനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാരത്തിലുള്ള പട്ടിക പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാൻഡ് ടാക്സ് അടയ്ക്കുന്ന വില്ലേജിൽ സ്ഥലത്തിൻ്റെ ടാക്സ് അടയ്ക്കുന്ന ആ ടാക്സിൻ്റെ റെസിപ്റ്റിൽ നിങ്ങളുടെ അതിൻ്റെ വസ്തുവിൻ്റെ വിവരണം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ആ വസ്തുവിൻ്റെ വിസ്തീർണത്തിന് തൊട്ട് മുമ്പായി സർവേ നമ്പർ, വിസ്തീർണം, തരം എന്ന് പറഞ്ഞ ആ സെഷനിൽ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങളുടെ വസ്തുവിൻ്റെ സർവേ നമ്പർ കാണാൻ സാധിക്കും. അപ്പം അത് കാണുന്ന ആ സർവേ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക് നമ്പറുണ്ട്. ബ്ലോക്ക് നമ്പരും ഇതുപോലെ നിങ്ങളുടെ കരം അടച്ച രസീതിലും ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാരത്തിൻ്റെ പട്ടികയിലും കാണാൻ സാധിക്കും. ഇപ്പം ബ്ലോക്ക് നമ്പറൊന്നും കൊടുക്കണമെന്നില്ല. അതിനുശേഷം നിങ്ങളുടെ വസ്തുവിൻ്റെ നമുക്കിതിൻ്റെ ഫെയർ വാല്യൂ
പെർ ആർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫെയർ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ആറിന് എന്തുമാത്രം ആണ് ഫെയർ വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഒരു സെൻറ്റിന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.47 സെൻറ്റ് ആണ്. അതായത് 2.47 സെൻറ്റ് ആണ് ഒരു ആർ എന്ന് പറഞ്ഞാൽ. അതാണ് ഈ തന്നിരിക്കുന്ന വാല്യൂ. 12,60,60,000 രൂപ എന്ന് പറയുന്നത് 2.47 സെൻറ്റിന് ഉള്ള വസ്തുവിൻ്റെ ഫെയർ വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നും കണ്ടുപിടിക്കുന്നതിനായിട്ട് നേരെ ഈ 12,60,60,000 എന്ന് പറഞ്ഞ എമൗണ്ടിനെ 2.47 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തുവിൻ്റെ അതിൻ്റെ ഒരു സെൻറ്റിന് എത്രയാണ് ഫെയർ വാല്യൂ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5,10,1121 എന്ന് പറഞ്ഞൊരു വാല്യൂ ലഭിക്കും. അതാണ് ഒരു സെൻറ്റ്. അതായത് ഈ ഏരിയയിലുള്ള ഈ താലൂക്കിലെ നിങ്ങളുടെ വില്ലേജിലെ ഏത് സർവേ നമ്പർ അല്ലെങ്കിൽ റീസർവേ നമ്പർ പ്രകാരമുള്ള സ്ഥലത്തെ വസ്തുവിൻ്റെ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന വിലയാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നിങ്ങളുടെ വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നതും അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടതും. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാടുണ്ടാവും. ഇത് സബ് ഡിവിഷൻ വ്യത്യാസമുള്ളതിനാലാണ്. ഇപ്പം നിങ്ങളുടെ സബ് ഡിവിഷൻ ഏതാണ്? ഞാനിപ്പോൾ റീസർവേ നമ്പർ മാത്രമേ കൊടുത്തുള്ളൂ. സബ് ഡിവിഷൻ കൊടുക്കാതെ കൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇപ്പോൾ ചില വസ്തുക്കൾ ഈ 2010 ചെയ്ത നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ ഈ താഴെ കാണുന്ന അഡീഷണൽ നോട്ടിഫിക്കേഷൻ ബൈ ദ RDOs ആഫ്റ്റർ ദ ഇനീഷ്യൽ നോട്ടിഫിക്കേഷൻ എബോ, അതായത് ആ സമയത്ത് ചെയ്തിട്ടില്ല, പക്ഷെ അതിന് ശേഷമാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത് എന്നുണ്ടെങ്കിൽ ഈ താഴെയായിട്ടായിരിക്കും അഡീഷണൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അവിടെയായിരിക്കും നിങ്ങളുടെ വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് കാണുക. അല്ല എന്നുണ്ടെങ്കിൽ അതിന് ശേഷമാണ് 1/4 അപ്പീൽ ലഭിച്ചതിന് ശേഷം 1/4/2010 ശേഷമാണ് എന്നുണ്ടെങ്കിൽ അത് കാണുന്നത് അതിൻ്റെ താഴെയുള്ള ഓപ്ഷനിലാണ്. അതായത് നിങ്ങളുടെ ഈ മുകളിലത്തെ പട്ടികയിൽ നിങ്ങളുടെ വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പട്ടിക പരിശോധിക്കുക. അതിലും ഇല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ പട്ടികയിൽ നിങ്ങളുടെ വസ്തുവിൻ്റെ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ കൂടുതലും പരാതികളൊക്കെ ലഭിക്കുന്നത് നിങ്ങളുടെ വസ്തുവിൻ്റെ ഫെയർ വാല്യൂ ഒരുപാട് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൂടുതലുണ്ടാവും. ഇപ്പോൾ അങ്ങനെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഫെയർ വാല്യൂ ഒരുപാട് കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ RDO ഓഫീസ് ഏതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ പരാതി കൊടുത്തത് നമുക്കത് ആ ഫെയർ വാല്യൂ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചില കേസുകളിൽ ആളുകൾക്ക് പരാതി വരുന്നത് നിങ്ങളുടെ ഫെയർ വാല്യൂ ഒരുപാട് കുറവാണ്, അപ്പോൾ അത് കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള വസ്തുവിനൊക്കെ ഒരുപാട് വാല്യൂ കൂട്ടിയാണ് വിറ്റത്. അപ്പം നിങ്ങളുടെ വസ്തുവിൻ്റെ ഫെയർ വാല്യൂ വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വാല്യുവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. അതായത് വില്ലേജ് ഓഫീസുകളിൽ നിന്നൊക്കെ വന്ന് പരിശോധന നടത്തി ചെയ്യുന്ന ഒരു വാല്യുവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. അതിന് നിങ്ങൾ RDO ഓഫീസിലാണ് പരാതി നൽകേണ്ടത്. അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു 5-6 പട്ടയങ്ങളൊക്കെ ആധാരങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഈ മഹസറൊക്കെ തയ്യാറാക്കി വാല്യുവേഷനൊക്കെ എടുത്ത്. ഇപ്പം ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ എടുക്കുന്നത് പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അതിൻ്റെ വാല്യുവേഷൻ എടുത്തതിന് ശേഷമാണ് നിങ്ങളുടെ വസ്തുവിൻ്റെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ പരിശോധിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വസ്തുവിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് പരിശോധിക്കേണ്ടി വരുന്നത് 5 ലക്ഷം രൂപ താഴെയാണ് എന്നുണ്ടെങ്കിൽ അത് തഹസിൽദാരാണ് ആ വസ്തുവിൻ്റെ എത്രയാണ് വാല്യൂ എന്നുള്ളത് നിശ്ചയിക്കുന്നത്. 5 ലക്ഷം രൂപയുടെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ അത് കളക്ടറായിരിക്കും അതിൻ്റെ വസ്തുവിൻ്റെ എത്രയാണ് വാല്യൂ എന്ന് പറഞ്ഞത് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വില്ലേജിലുള്ള, അതായത് ഏതെങ്കിലും ഒരു വില്ലേജിലുള്ള വസ്തു പൂർണ്ണമായിട്ടും അതിൻ്റെ ഫെയർ വാല്യൂ പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ ഈ സൈറ്റിൽ തന്നെ കയറിയതിന് ശേഷം ആ ഫെയർ വാല്യൂ താഴെ കാണുന്ന സർവേ നമ്പർ കൊടുക്കാതെ തന്നെ ആ വില്ലേജ് മാത്രം, അതായത് ഡിസ്ട്രിക്ട് RDO താലൂക്ക് വില്ലേജ് മാത്രം കൊടുക്കുക. അതിനുശേഷം വ്യൂ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ
വില്ലേജിൽ വരുന്ന വസ്തുക്കളുടെ എല്ലാം എത്രയാണ് ഫെയർ വാല്യൂ എന്ന് പറഞ്ഞ് അറിയാൻ സാധിക്കും. ഈ ഒരു ഫെയർ വാല്യൂ ഉപയോഗിച്ചാണ് ഗവൺമെൻറ് വസ്തുവൊക്കെ വാങ്ങിക്കുമ്പോൾ, ഗവൺമെൻറ്റിന് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വസ്തു വാങ്ങിക്കേണ്ടി വരുമ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ അടിസ്ഥാനത്തിലാണ് സാധാരണ വസ്തു വാങ്ങിക്കാറ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് നമ്മളുടെ വസ്തുവിൻ്റെ വില എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ വിവരം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ, പുതിയ വിഷയങ്ങളെ പറ്റി അറിയണം എന്നുണ്ടെങ്കിലും, അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട്, ഉപകാരപ്രദമായ വീഡിയോകളൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു നല്ല വിഷയമായിട്ട് വീണ്ടും കാണാം. സീ യു.